നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശ്രീരാമനെ വാൽമീകി ആദ്യം ഈശ്വരാവതാരമായി പരിചയപ്പെടുത്തുന്നു. ദേവഗണങ്ങളുടെ പ്രാർത്ഥനയെ മാനിച്ച് ഭഗവാൻ വിഷ്ണു മാനുഷ്യരൂപം പൂണ്ടതായി വിശേഷിപ്പിക്കുന്നു. തുടർന്ന് അദ്ദേഹം മനുഷ്യനായ രാമനെ വർണ്ണിക്കുന്നു. കാവ്യത്തിലുടനീളം മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമനെയാണ് നാം കാണുന്നത്. അങ്ങനെയുള്ള രാമന് സംഭവബഹുലമായ തൻ്റെ ജീവിത നാടകത്തിൽ അനേകം വേഷങ്ങൾ അണിയേണ്ടി വരുന്നു. ആ വേഷങ്ങൾ പരിപൂർണതയിൽ ആടി ഫലിപ്പിക്കാനായി വൈവിധ്യമാർന്ന ഭാവപകർച്ച കൈക്കൊള്ളേണ്ടി വരുന്നു. ആ അനേകം ഭാവങ്ങളിലൊന്നാണ് ശ്രീരാമനിലെ ഗുരുഭാവം. ശിഷ്യഭാവത്തിൽ ആശ്രയിക്കുന്നവരോട് തനി കർക്കശക്കാരനാണ് ശ്രീരാമൻ. തൻ്റെ ജീവൻ തന്നെയായ ലക്ഷ്മണനോട് തീരെ ദയയും സ്നേഹവും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്ന മര്യാദാ പുരുഷോത്തമനെ ചില സന്ദർഭങ്ങളിൽ കാണാം. അങ്ങനെയാണ് ശ്രീരാമൻ തൻ്റെ ഗുരുഭാവത്തോട് മര്യാദ പുലർത്തുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. ഗളന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദളന്തി ധീകുല്യാസരണിഷു പതന്തി വിജയതാം ദിശന്തി സംസാര ഭ്രമണ പരിതാപോപ ശമനം വസന്തി ചേതോ ഹൃദി ഭുവി ശിവാനന്ദലഹരി. ഗളന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദളന്തി ധീകുല്യാസരണിഷു പതന്തി വിജയതാം
दिशन्ति संसारभ्रमणपरितापोपशमनं वसन्ति मच्चेतो हृदि भुवि शिवानन्दलहरी. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശിവയുടെ ആനന്ദലഹരി, ശിവന്റെ ആനന്ദലഹരി, ശിവമയത്തിൻ്റെ ആനന്ദലഹരി. അങ്ങനെ ലോകാനുഗ്രഹത്തിനായി ഒഴുകുന്ന ചരിതമാണ് ശിവൻ്റേത്. ഭക്തർക്ക് മോക്ഷം നൽകുന്നതാണ് ഭഗവാന്റെ ചരിതം. എല്ലാവിധ മാലിന്യങ്ങളും കഴുകിക്കളയുന്ന ഭഗവാന്റെ ചരിതം വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യരുടെ കൃതിയായ ശിവാനന്ദലഹരി ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 1-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ നമസ്കാരത്തോടു കൂടി ആരംഭിച്ചു. ഇഷ്ടദേവതാ നമസ്കാരം മംഗളാചരണമാണ്. എൻ്റെ ഈ നമസ്കാരം ശിവയ്ക്കും ശിവനുമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെയുള്ള ശിവയ്ക്കും ശിവനും? കലാരൂപികളും മകുടത്തിൽ ചന്ദ്രക്കലയെ അലങ്കാരമായി ധരിച്ചവരും സ്വന്തം തപസ്സിൻ്റെ ഫലരൂപന്മാരായിട്ടുള്ളവരും ഭക്തന്മാർക്ക് ഭക്തിയുടെ ഫലത്തെ പ്രദാനം ചെയ്യുന്നവരും അനൽപമായ ഐശ്വര്യത്തെ മംഗളത്തെ 3 ലോകങ്ങൾക്കും പ്രദാനം ചെയ്യുന്നവരും സർവരുടെയും ഹൃദയത്തിൽ വന്ന് നിവസിക്കുന്നവരും ആനന്ദാനുഭവത്തെ സ്ഫുരിപ്പിക്കുന്നവരുമായ ശിവയ്ക്കും ശിവനും എൻ്റെ ഈ നമസ്കാരം ഭവിക്കട്ടെ. കലാഭ്യാം ചൂടാലം കൃതശശികലാഭ്യാം നിജതപഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ. ശിവാഭ്യാമസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർ ഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ഗളന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദലന്തി ധീകുല്യ സരണിഷു പദന്തി വിജയതാം. ദിശന്തി സംസാരഭ്രമണ പരിതാപോപശമനം വസന്തി മച്ചേതോ ഹൃദഭുവി ശിവാനന്ദലഹരി. ഗലന്തി ശംഭോ ത്വച്ചരണസരിത കിൽബിഷരജോ ദലന്തി ധീകുല്യ സരണിഷു പതന്തി വിജയതാം. ദിശന്തി സംസാരഭ്രമണ പരിതാപോപശമനം വസന്തി മച്ചേതോ ഹൃദഭുവി ശിവാനന്ദലഹരി. ശിവാനന്ദലഹരി, ഈ ശിവാനന്ദലഹരി ഇവിടെ രചിക്കുന്ന അല്ലെങ്കിൽ രചിക്കപ്പെടുന്ന ശിവാനന്ദലഹരി അഥവാ ശിവൻ്റെ സ്വരൂപഭൂതമായ ആനന്ദം. അവിടെ മുൻ ശ്ലോകത്തെ അനുവർത്തിച്ചാൽ ശിവയുടെ ശിവൻ്റെ എന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ശബ്ദത്തിൽ രണ്ടും വരും. അഥവാ ശിവമായ ആനന്ദം, മംഗളമായ ആനന്ദം, ആ ശിവാനന്ദം നൽകുന്ന ലഹരി, ശിവയുടെ ആനന്ദലഹരി, ശിവൻ്റെ ആനന്ദലഹരി, ശിവമായതിൻ്റെ ആനന്ദലഹരി. അങ്ങനെയുള്ള ശിവാനന്ദലഹരി എന്താണ്? ഹേ ശംഭോ, അല്ലയോ ശംഭോ, ഇവിടെ സംബോധന ചെയ്യുകയാണ്. ശം ഭാവയതീതി ശംഭു. ശം ഇതി ആനന്ദം, സുഖം. ആനന്ദം അഥവാ സുഖം, അതിനെ ഉണ്ടാക്കുന്നവനാണ്, ഭവിപ്പിക്കുന്നവനാണ്, ഭാവിപ്പിക്കുന്നവനാണ് ശംഭു. ഹേ ശംഭോ, ത്വച്ചരിത സരിത ഗളന്തി. ത്വച്ചരിത സരിത ഗളന്തി. ഗളന്തി പ്രവഹിക്കുന്നു, ഒഴുകുകയാണ് നിർബാധം. എന്താണ് ഒഴുകുന്നത്? ത്വച്ചരിത സരിത, നിൻ്റെ ചരിതങ്ങളാകുന്ന സരിത്ത്.
ജലപ്രവാഹം, ഗളന്തീ ഒഴുകുന്നവൾ, അങ്ങനെ ഒഴുകുകയാണ്. എന്താണ് നിൻ്റെ ചരിതം? ലോകാനുഗ്രഹം തന്നെയാണ് നിൻ്റെ ചരിതം. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നിൻ്റെ ചരിതങ്ങളാണ്. പരമമായ മോക്ഷപര്യന്തം ഭക്തന്മാർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ ചരിതങ്ങളാണ്. അങ്ങേയറ്റം മംഗളമയമായ ശിവചരിതങ്ങൾ. അത് സകല സാഹിത്യങ്ങളുടെയും കലകളുടെയും നൃത്തങ്ങളുടെയും സംഗീതത്തിൻ്റെയും എല്ലാം ആവിർഭാവമാണ്. അത് ഭക്താനുഗ്രഹമാണ്. അത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാണ്. എല്ലാം നിൻ്റെ ചരിതമാണ്. സർവം ശിവമയം. അപ്പം നിൻ്റെ ചരിതങ്ങൾ, ത്വച്ചരിതം ആകുന്ന സരിത്ത്, നദി, ഗളന്തീ ഒഴുകുന്നു. ഒഴുകുന്നതായ സരിത്ത് എങ്ങനെയാണ് ഒഴുകുന്നത്? പറയാണ്, കിൽബിഷരജോദളന്തീ. കിൽബിഷം പാപം, മാലിന്യം. അപ്പം സകലവിധ പാപങ്ങളുമാകുന്ന രജസ്, അഴുക്ക്, പൊടിപടലങ്ങൾ. രജസ് എന്നുള്ളതിന് പൊടിപടലങ്ങൾ എന്ന് പറയാം, രജസ് എന്നുള്ളതിന് മാലിന്യം എന്ന് പറയാം. ഈ പൊടിപടലങ്ങളും മാലിന്യങ്ങളുമെല്ലാം ദളന്തീ കഴുകിക്കളയുന്നവളാണ്. ഇപ്പോൾ ശിവാനന്ദ ലഹരി എന്നുള്ള ആ സ്ത്രീലിംഗത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഗളന്തീ, ദളന്തീ തുടങ്ങിയ പദങ്ങൾ പ്രയോഗിക്കുന്നത്. എല്ലാവിധ മാലിന്യങ്ങളെയും കഴുകിക്കളയുന്നതാണ് നിൻ്റെ ചരിതങ്ങളാകുന്ന സരിത്ത്. ആ സരിത്ത് ഇതാ ഒഴുകുകയാണ്. ഏതാണത്? അതാണ് ശിവാനന്ദ ലഹരി. ഇങ്ങനെ ആദ്യം ഇഷ്ടദേവതാ വന്ദനം ചെയ്ത് രണ്ടാമത്തെ ശ്ലോകത്തിൽ കൃതിയിലേക്ക് സജ്ജന ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. അതിൻ്റെ പ്രയോജനത്തെ പറയുകയുമാണ്. വളരെ ശ്രദ്ധേയമായ ശ്ലോകമാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ഓം. തുടർന്ന് സനാതനധർമ്മം. ഈ ലോകവും അതിലെ വസ്തുക്കളിൽ നിന്നുമാണ് സന്തോഷവും സുരക്ഷിതത്വവും ലഭിക്കുന്നതെന്ന് നമ്മൾ കരുതുന്നു. ആ ധാരണ തികച്ചും തെറ്റാണ്. കാരണം ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സുരക്ഷിതത്വം എന്നു കരുതിയിരുന്നതെല്ലാം മാറും. സുഖം നൽകിക്കൊണ്ടിരുന്നവ നമുക്ക് സുഖം തരാതെ പോകുന്നു. നമ്മെ എപ്പോഴും സുരക്ഷിതമാക്കുന്നത് ഈശ്വരനുമായുള്ള ബന്ധമാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ ബ്രഹ്മചാരിണി അമൃത ചൈതന്യ സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരിയേ നമഃ. ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഫോൺ ചെയ്തു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൾ യൂറോപ്പിലേക്ക് മാറിയിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ? സുഖമാണോ? ഞാൻ ചോദിച്ചു. അവൾ മറുപടി പറയാൻ തുടങ്ങി. പുതിയ ജോലിയൊക്കെ നന്നായി പോകുന്നു, പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അവൾ വിശദീകരിച്ചു. ഇവിടെ ഭാരതത്തിൽ അവളുടെ അടുത്ത വീട്ടിലെ പെൺകുട്ടിയും ഇവളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വീടുകളിലേക്കും പോകുമായിരുന്നു. ഒരുമിച്ച് പഠിക്കുമായിരുന്നു. സങ്കടത്തോടെ അവൾ തുടർന്നു. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ ചതിച്ച പോലെ എനിക്ക് തോന്നുന്നു. ഓരോ ദിവസത്തിൻ്റെയും ഒരു വലിയ ഭാഗമായിരുന്നു അവൾ. പക്ഷെ ഞാൻ ദൂരെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു അവൾക്ക് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയെന്ന്. ഞാൻ എങ്ങനെയാണ്, എന്ത് ചെയ്യുന്നുവെന്ന് വരെ അവൾ അന്വേഷിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, നീ അവളെ വിളിച്ചോ? നിന്റെ വിഷമം പങ്കുവെച്ചോ? ചിലപ്പോൾ ഒരു നിസ്സാര തെറ്റിദ്ധാരണയുമാകാം. അത് സംസാരിച്ചു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അല്ല ചേച്ചി, ഞാൻ ശ്രമിച്ചു. സത്യസന്ധമായിട്ട് ഞാൻ അവളോട് എൻ്റെ വിഷമം പറഞ്ഞു. അവൾക്കും എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ദിവസവും വിളിക്കാമെന്ന്. പക്ഷെ അങ്ങനെ 1-2 ദിവസം മാത്രമേ വിളിച്ചുള്ളൂ. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ വല്ലപ്പോഴും വിളിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ ഫോൺ ചെയ്യുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ അവളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന്.
തിരക്ക് കാരണം അവൾക്ക് എന്നോട് സംസാരിക്കാൻ സമയമില്ലാത്ത പോലെ. എന്നിട്ട് എന്നോട് ഇതും കൂടി പറഞ്ഞു, ചേച്ചി എനിക്ക് സങ്കടം വരും, എന്തോ നഷ്ടപ്പെട്ട പോലെ. ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിനെ ആ വേദനയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. പക്ഷേ എന്തോ ആ വേദന എന്നെ വിട്ടുപോകുന്നേയില്ല. എനിക്ക് ഈ ചിന്തകളിൽ നിന്നും ഒരു ഇടവേള ലഭിക്കുന്നത് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഭജന പാടുമ്പോഴാണ്. ഞാൻ അവളെ സമാധാനിപ്പിച്ചു. ആ സംഭാഷണം അവിടെ തീർന്നു. പക്ഷേ അവളുടെ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കിടുവാനായി ഒരു വലിയ പാഠം ലഭിച്ചു. എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇതാണ്: ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ വേദന മറക്കുന്നുവെന്ന്. അമ്മ എപ്പോഴും പറയും, ഈശ്വരനല്ലാതെ വേറെ ആരും നമ്മളെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നില്ല. ഈശ്വരനെ മുറുകെ പിടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കരുത് എന്നല്ല. എല്ലാവരിലും ഈശ്വരനെ കണ്ട് സ്നേഹിക്കുക, സേവിക്കുക. പക്ഷേ മറ്റുള്ളവരുടെ സ്നേഹം മറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ വേദനയുടെ പടക്കുഴിയിൽ വീഴരുത്. അമ്മ ഒരു കഥ പറയാറുണ്ട്. ഒരു രാജ്യത്ത് ഓരോ രാജാവിനും 5 വർഷം മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ആൾ താമസമില്ലാത്ത ഒരു ദ്വീപിൽ കൊണ്ടാക്കും. അവിടെ അദ്ദേഹത്തിന് വന്യമൃഗങ്ങൾ കടിച്ച് തിന്നുകയും ചെയ്യും. അതിനാൽ ഒരു പുതിയ രാജാവും സിംഹാസനത്തിൽ കയറുന്ന അന്ന് മുതൽ പേടിച്ച് വിഷമിച്ച് കൊണ്ടിരിക്കും. ഈശ്വര, 5 വർഷം കഴിഞ്ഞാൽ എൻ്റെ ഗതി എന്തായിരിക്കും എന്ന് ചിന്തിച്ച്. അങ്ങനെ അവസാനത്തെ രാജാവിനെയും ദ്വീപിൽ കൊണ്ടിട്ടു. അദ്ദേഹത്തിൻ്റെയും ജീവൻ വേഗം തീരും. പുതിയ ഒരു രാജാവിനെ തിരഞ്ഞെടുത്തു. പക്ഷേ ഈ രാജാവ് മറ്റുള്ളവരെ പോലെയല്ല. എപ്പോഴും സന്തോഷവാനായി കണ്ടിരുന്നു. ചിരിച്ചും സംസാരിച്ചും കളിച്ചും അദ്ദേഹം എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി. എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു, ഈ പുതിയ രാജാവ് എന്തൊരു സന്തോഷവാനാണ്. അങ്ങനെ 5 വർഷം തീരാറായി. പ്രജകൾ പറഞ്ഞു, തിരുമനസ്സേ, അങ്ങ് ദ്വീപിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷേ അങ്ങ് വേദനിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്നില്ലല്ലോ. രാജാവ് മറുപടി പറഞ്ഞു, ഞാൻ എന്തിനാണ് വേദനിക്കുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നത്? ദ്വീപിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണ്. രാജാവായ ഉടൻ തന്നെ ആ ദ്വീപിൽ പോയി എൻ്റെ ഭടന്മാരോടൊപ്പം അവിടെയുള്ള ഘോരമായ വനം വെട്ടിത്തെളിച്ചു. അത് കൃഷിഭൂമിയാക്കി മാറ്റി. കിണറുകൾ കുഴിച്ചു, വീടുകൾ പണിതു. ഇനി എനിക്ക് അവിടെ പോയി സുഖമായി ജീവിക്കാം. അവിടെയും ഞാൻ ഒരു രാജാവിനെ പോലെ വാഴും. കാരണം എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആ ദ്വീപിലുണ്ട്. നമ്മളെല്ലാവരും ആദ്യത്തെ രാജാക്കന്മാരെ പോലെയാണ് അല്ലേ? നമ്മളുടെ ശക്തിയും വീര്യവുമെല്ലാം നമ്മൾ ബന്ധങ്ങളിലും ഭോഗവസ്തുക്കളിലും ചിലവഴിക്കും. അത് ഏത് നിമിഷവും ഇല്ലാതെയാകാമെന്ന് മറന്നുപോകും. ഈ ലോകവും ലോകവസ്തുക്കളുമാണ് നമ്മുടെ സുരക്ഷിതത്വവും സന്തോഷവുമെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ഒരു കാര്യം മാത്രമേ ഉറപ്പുള്ളൂ: ലോകം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ ലോകവും ലോകവസ്തുക്കളുമാണ് നമ്മുടെ സുരക്ഷിതത്വവും സന്തോഷവുമെന്ന് തെറ്റിദ്ധരിക്കും. എന്നാൽ ഒരു കാര്യം മാത്രമേ ഉറപ്പുള്ളൂ: ലോകം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ബന്ധങ്ങളിൽ നിന്നോ നമുക്ക് സ്വന്തമെന്ന് കരുതുന്ന വസ്തുക്കളിൽ നിന്നോ നമുക്ക് യഥാർത്ഥ സുരക്ഷിതത്വം ലഭിക്കുകയില്ല. ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് യഥാർത്ഥ സുരക്ഷിതത്വം. അമ്മ പറയുന്നു, ഈ ലോകവുമായുള്ള ഓരോ ബന്ധവും ഓരോ ബന്ധനവും നമ്മുടെ മനഃശക്തിയെ ശിഥിലമാക്കുന്നു. അതേസമയം ഈശ്വരനോടുള്ള ബന്ധം വ്യത്യസ്തമാണ്. ഈശ്വരനോടുള്ള ബന്ധം, ഗുരുവിനോടുള്ള ബന്ധം നമ്മളെ ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും രക്ഷപ്പെടുത്തി ആത്മാവിൽ രമിക്കുവാൻ സഹായിക്കുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു ഈശ്വരനാകണം. എന്നാൽ ഒരു സാഹചര്യവും നമ്മുടെ മനസമാധാനം കവർന്നെടുക്കുകയില്ല. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തിനും പ്രാർത്ഥനയുടെ സമയത്ത് സമാധാനം ലഭിച്ചത്. പക്ഷേ പ്രാർത്ഥന സമയങ്ങളിൽ മാത്രമാകരുത് ആ സുഹൃത് ബന്ധം. ഈശ്വരൻ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താകുമ്പോൾ മറ്റ് ബന്ധങ്ങളിൽ നമുക്ക് കൂടുതൽ സ്നേഹവും സന്തോഷവും കൊണ്ടുവരാൻ സാധിക്കും. കാരണം നമ്മൾ അവരിൽ നിന്നും സുരക്ഷിതത്വം പ്രതീക്ഷിക്കുകയില്ല, അവരോട് സ്നേഹം യാചിക്കുകയില്ല.
ഈശ്വരനിൽ നിന്നും, നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തിൽ നിന്നും നമുക്ക് അതെല്ലാം ലഭിക്കും. അങ്ങനെയുള്ളൊരു ബന്ധം ഈശ്വരനുമായി പടുത്തുയർത്താൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ മനസ്സിൽ ശാന്തിയും പ്രേമവും വെളിച്ചവും നിറഞ്ഞു തുളുമ്പും. അതിനു വേണ്ടി അമ്മയുടെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരിയേ നമഃ. സന്ധ്യാദീപം തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. केशवं राम